CVS സുനിൽകുമാർ കുറിച്ചിരുന്നു. CVS സുനിൽകുമാർ, ദീർഘനാളായി അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ടോൾ അവിടെ കളക്ടർ ഉത്തരവ് 24 മണിക്കൂർ പൂർത്തിയാകുമ്പോൾ പിൻവലിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്തായാലും അവരുടെ ആ ധാർഷ്ട്യം ഒരു 4 ആഴ്ചത്തേക്കൊന്ന് കുറയും എന്ന് പറയുന്നത് നൽകുന്ന ആനന്ദം ചെറിയ ആനന്ദമല്ല. CVS സുനിൽകുമാർ, വളരെ വലിയ ആനന്ദം തന്നെയാണ്. കാരണം ഈ കലക്ടറുടെ ഉത്തരവ് പോലും പുല്ല് വില കൽപ്പിക്കുന്ന ആളുകളാണ് ടോൾ പ്ലാസയുടെ മുതലാളിമാര്. അവരെ 4 ആഴ്ചക്കാലം അവരുടെ ടോൾ പിരിവ് മരവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ അവകാശം ഹൈക്കോടതി സംരക്ഷിച്ചിരിക്കുകയാണ്. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില ഒത്താശകളും അതുപോലെ തന്നെ ഈ നിയമങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അവര് പ്രാദേശിക ഭരണകൂടത്തെയോ പ്രാദേശിക ഗവൺമെന്റുകളെയോ വിലവെക്കാതെ തന്നിഷ്ടപ്രകാരം അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിയമപ്രകാരം ജനങ്ങൾക്ക് നൽകേണ്ട ഒരു സർവീസും ഈ ടോൾ കമ്പനികൾ നടത്തുന്നില്ല. ഇതെല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ടതിനും കൂടി അടിസ്ഥാനത്തിലാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഈ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ ആളുകൾക്ക് ഇത്രയും പ്രയാസം ഉണ്ടായിക്കൊണ്ട്. സർവീസ് റോഡുകളാണെങ്കിലും അനുബന്ധ സൗകര്യങ്ങളാണെങ്കിലും ഒന്നും തന്നെ ഈ ടോൾ കമ്പനികൾ അവർക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പൈസ പിടിക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. കോടിക്കണക്കിന്, സത്യം പറഞ്ഞാൽ ഇത് മരവിപ്പിച്ചാൽ മാത്രം പോരാ, ഇവരുടെ ഈ ടോൾ പിരിവ് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം അവർ പറഞ്ഞ കാലാവധിയേക്കാൾ അപ്പുറത്തുള്ള കാലാവധി ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അവര് ഇപ്പൊ പിരിച്ചിരിക്കുന്ന കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ എത്രയോ ഇരട്ടി തുക അവര് ജനങ്ങളിൽ നിന്നും അവർ കൊള്ള ലാഭം 6 ഇരട്ടി എന്നൊക്കെയാണ് നമുക്ക് ആധികാരിക കണക്കിലെത്ത 6 ഇരട്ടി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അവർ കൊള്ളലാഭം ഉണ്ടാക്കട്ടെ. പക്ഷെ അത് ജനങ്ങൾക്ക് ബേസിക്സ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു അഡ്മിഷന്റെ ഭാഗമായി പോയി. കുഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പടം കുഴിയാണ്. അത് കയറി ഇറങ്ങണം. എന്തൊരവസ്ഥയെന്നറിയോ? പാതാള കുഴിയാണ്. അതൊന്നും അവർ വില വെക്കുന്നില്ല. ഇതൊക്കെ കാശ് പിരിക്കുന്ന ടോൾ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. ഈ അതിലൂടെ വണ്ടി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ടോൾ പിരിവ് എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ അല്ല, വലിയ പൈസ കൊടുത്താലും നമ്മുടെ വണ്ടികളുടെ ഹബ്ബ് ഒടിഞ്ഞു അല്ലെങ്കിൽ അതിനെ വലിയ മെയിൻ്റനൻസ് നടത്തേണ്ടി വരികയാണ് സ്ഥിരമായി പോകേണ്ട ആൾക്കാർ. അപ്പോ ഒരു വാഹന ഉടമയെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് അമിതമായ ടോൾ ഈടാക്കുന്നു എന്നുള്ള പ്രശ്നം പൊതുവെ എല്ലായിടത്തും ഉണ്ട്. അതിന് പുറമെ യാതൊരു തരത്തിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കാതെ ഏകപക്ഷീയമായ രീതിയിൽ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കമ്പനി. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഈ ടോൾ പിരിവ് ഇതോടുകൂടി അവസാനിപ്പിക്കണം എന്നാണ്. കാരണം അവർക്ക് കിട്ടാനുള്ള പൈസ കിട്ടി. ഇതിനിപ്പോ 6 ഇരട്ടി എന്നുള്ള കണക്കൊന്നും എന്റെ കയ്യിലില്ല. പക്ഷേ അവർക്ക് കിട്ടേണ്ട പൈസയേക്കാൾ എത്രയോ ഇരട്ടി പൈസ അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ലാഭം മാക്സിമം അവർ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നനഞ്ചടം കുഴിക്കുക എന്ന് പറയുന്ന പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദത്തോടും ഒത്താശയോടും കൂടി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പിൻബലം അവർക്കുള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്തുകൊണ്ടും ആഹ്ലാദകരമാണ്, സ്വാഗതാർഹമാണ്. താങ്ക് യു CVS സുനിൽകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.